നാളെ, അതായത് മെയ് 6-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം വടകര പട്ടണം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി വിറയ്ക്കാൻ പോവുകയാണ്. ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു വലിയ ജനകീയ പ്രതിഷേധം, ജനകീയ പ്രക്ഷോഭം, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ വലിയ ഒരു മുന്നേറ്റം വടകരയെ പ്രകമ്പനം കൊള്ളിക്കാൻ പോവുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, വടകരയിലെ LDF സ്ഥാനാർത്ഥിയും ആദരണീയ MLA-യും മുൻ മന്ത്രിയുമായ നമ്മുടെ ശൈലജ ടീച്ചറെ ഏതോ ചില കുബുദ്ധികൾ കാഫിർ എന്ന് വിശേഷിപ്പിച്ചു. അങ്ങനെ ഒരു വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിനെതിരായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ അതിഭയങ്കരമായ ഒരു ജനകീയ പ്രതിരോധം വടകരയിൽ നടക്കാൻ പോവുകയാണ്. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഒരുപാട് സഖാക്കളും സഖികളും ആ പട്ടണത്തിലേക്ക് ഒഴുകിയെത്തും. അത് ഒരു വലിയ മഹാസാഗരമായിട്ട് മാറും, ഒരു ചെങ്കടലായിട്ട് മാറും. അവിടെ പച്ചക്കൊടി പിടിച്ച് ഇന്ത്യൻ നാഷണൽ ലീഗുകാരും ഉണ്ടാവും, പിന്നെ ത്രിവർണ്ണ പതാക പിടിച്ച് NCPക്കാരും ഉണ്ടാവും, പിന്നെ എലഗൻസ് ബിനോയുടെ കേരള കോൺഗ്രസ് അടക്കമുള്ള ഒരുപാട് സഖ്യകക്ഷികളും ഉണ്ടാവും. അവർ ഒറ്റക്കെട്ടായിട്ട് ഈ വർഗീയതയ്ക്കെതിരായിട്ട് വലിയ ഒരു പ്രതിരോധം തീർക്കും. അതോടെ വർഗീയത നിലം പരിശവും. വർഗീയതയുടെ പൊടി പോലും പിന്നെ വടകരയിൽ നിന്നല്ല, കേരള സംസ്ഥാനത്ത് ഒരു സ്ഥലത്തും കാണുകയില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. കാരണം ഈ ശൈലജ ടീച്ചർ പോലെ സമാരാധ്യയായ ഒരു സ്ത്രീയെ ആരാണ് കാഫർ എന്ന് വിശേഷിപ്പിച്ചത്? എതിർ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണോ? അല്ല, ഷാഫി പറമ്പിൽ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിരുന്ന ആ മുൻ MLA, മുൻ കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയാണോ? അബ്ദുള്ളയുമല്ല. കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെയോ ഏതെങ്കിലും അറിയപ്പെടുന്ന നേതാക്കന്മാരാണോ? അതുമല്ല. പ്രവർത്തകരാണോ? അവരുമല്ല. അനുയായികളാണോ? അവരുമല്ല. ആരാണ്? ആർക്കറിയാം. അങ്ങനെ ആരെങ്കിലും വിശേഷിപ്പിച്ചോ? അത് തന്നെ സംശയമാണ്. നമ്മൾ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ മാർക്സിസ്റ്റുകാർ തന്നെ ചില ഫേക്ക് പ്രൊഫൈലുകൾ ഉണ്ടാക്കിയിട്ട് ഇവരെ കാഫറായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തി എന്നുള്ളതാണ്. നമ്മുടെ തൃപ്പൂണിത്തുറ തോറ്റ സ്ഥാനാർത്ഥി ചെയ്ത പോലെ ശബരിമല അയ്യപ്പൻ്റെ പേരിൽ ഒരു വ്യാജ സ്ലിപ്പുണ്ടാക്കി വിതരണം ചെയ്തില്ല, ചില DYFIക്കാർക്ക് മാത്രം എത്തിച്ചു കൊടുത്തു. എന്നിട്ട് കോടതിയിൽ വന്ന് കള്ളസാക്ഷി പറഞ്ഞു, ഞങ്ങൾ സ്വതന്ത്ര മനുഷ്യരാണ്, പ്രത്യേകിച്ച് ഒരു പാർട്ടിയുമായിട്ട് ബന്ധമില്ല, ഞങ്ങളുടെ വീട്ടിൽ കിട്ടിയ സ്ലിപ്പ് ഇങ്ങനെയായിരുന്നു, അയ്യപ്പന് ഒരു വോട്ട് എന്ന് അച്ചടിച്ച് ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ചിത്രത്തോടു കൂടിയ സ്ലിപ്പുകളാണ് വിതരണം ചെയ്തത്. അത് K. ബാബുവും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഏജൻറ്റും ചേർന്ന് ചെയ്തതാണ്. അതുകൊണ്ട് സാമുദായിക ധ്രുവീകരണം ഉണ്ടായി. അതുകൊണ്ട് ബാബു ജയിച്ചു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തണം, തോറ്റ സ്ഥാനാർത്ഥിയെ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കണം എന്ന്. പക്ഷേ ഹൈക്കോടതി ജഡ്ജിയുടെ തലക്കകത്ത് മരക്കിഴങ്ങല്ലാത്തതുകൊണ്ട് പുള്ളി ഇതുപോലുള്ള കള്ളസാക്ഷികൾ ധാരാളം കണ്ടറിലുകൊണ്ട് കേസ് തള്ളിപ്പോയി. ഇവിടെ അതുപോലെ തന്നെയുള്ള ഒരു ഉടായിപ്പ് പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ട് യന്ത്രത്തിലായി. ഏപ്രിൽ 26 കഴിഞ്ഞിട്ട് പിന്നെ ആഴ്ച 2ആയി. ഈ സമയത്ത് എന്തിനിങ്ങനെ ഒരു വീണ്ടും ഒരു പ്രതിരോധവുമായിട്ട് വന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വർഗീയതയോടുള്ള എതിർപ്പുകൊണ്ടല്ല, അല്ലെങ്കിൽ വ്യാജ പ്രചരണം കൊണ്ടുള്ള എതിർപ്പുകൊണ്ടല്ല. ഇതേ ടീച്ചർ തന്നെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു എന്നൊരു പരാതിയുണ്ട്. അവരുടെ ഫോൺ വീഡിയോ വ്യാജമായിട്ട് ഉണ്ടാക്കി പ്രചരിപ്പിച്ചു എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ അതില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ പലവിധ സംഗതികളും കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒടുവിൽ മറ്റ് ചികിത്സകൾ ഫലിക്കാതെ വരുമ്പോൾ കാളം നെല്ലായി എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ കാഫർ എന്ന വാക്കുമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ഇനി അവിടെ വല്ല പോപ്പുലർ ഫ്രണ്ടുകാരോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർഗീയ വിഷജന്തുക്കളോ ഒരുപക്ഷെ ഇങ്ങനെ കാഫർ എന്ന രീതിയിൽ പ്രചരിപ്പിച്ചിരിക്കാം. മനുഷ്യരാണല്ലോ, പലതരത്തിലുള്ള ഭ്രാന്തന്മാരുണ്ടാവും. ഇനി അത്യാവേശക്കാരായ ഏതെങ്കിലും അനുയായികളായിരിക്കാം, അല്ലെങ്കിൽ സഹയാത്രികരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സമുദായക്കാരനല്ലേ ജയിച്ചു പോട്ടെ എന്ന് വിചാരിച്ച് ആരെങ്കിലും ചെയ്തായിരിക്കാം. ഇതിനൊക്കെ ഷാഫി പറമ്പിലെങ്ങനെ ഉത്തരവാദിവും, അല്ലെങ്കിൽ പാറക്കൽ അബ്ദുള്ള എങ്ങനെ ഉത്തരവാദിവും? ഇവർക്ക് ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. പല തല്ലിപ്പുളികളും പല സാധനങ്ങളും പ്രചരിപ്പിക്കും. ചിലപ്പോൾ CPMകാർ തന്നെ വ്യാജമായിട്ട് തൃപ്പൂണിത്തുറയിൽ ചെയ്ത പോലെ ചെയ്തായിരിക്കാം. അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കണം. അതിൻ്റെ പേരിൽ വലിയ തോതിൽ വർഗീയ വിഷം വമിപ്പിക്കുകയാണ് ഈ സഖാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ സർവാദരണീയനായ രാജ്യസഭാ മെമ്പർ
വടകരയിൽ ചെന്ന് പ്രസംഗിച്ചു. ഈ കേരളത്തിലൊരു വലിയ രാഷ്ട്രീയ വിഷജന്തുവാണ് ഷാഫി പറമ്പിൽ. ഇയാൾ RSSകാരുമായിട്ട് ഒത്തീർപ്പിലാണ് പാലക്കാട്ട് ജയിച്ചത്. നമുക്കറിയാമല്ലോ RSSകാർ BJPക്കാരെ അവർക്ക് നിർത്താവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് പാലക്കാട്ട് ഇദ്ദേഹത്തിനെതിരെ മത്സരിപ്പിച്ചത്. എന്നിട്ട് ഷാഫിയാണ് ജയിച്ചത്. അതുകൊണ്ട് തീരാഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ആരോപണമായിട്ട് വന്നിട്ടില്ല. പിന്നെ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഷാഫി ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വിഷയത്തിൽ ഷാഫിക്ക് ഒരു അഭിപ്രായമില്ല. പാലസ്തീൻ പ്രശ്നത്തിൽ ഷാഫി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നൊക്കെ ബഹുമാനപ്പെട്ട നേതാവ് ചോദിച്ചു. നേതാവിന് അങ്ങനെ പലതും ചോദിക്കാം. അദ്ദേഹം വെറും എ അല്ല, ഡബിൾ എ ആണ്. അപ്പോൾ ഡബിൾ എ പറയുന്നത് ഒരു വലിയ രാഷ്ട്രീയ വിഷമാണ് ഷാഫി എന്നാണ്. ഈ വിഷമാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇദ്ദേഹത്തിന് വേറൊരു പേടിയും കൂടിയുണ്ട്. ഇനിയിപ്പോൾ ഷാഫി എങ്ങനെ ജയിച്ച് ലോക്സഭയിൽ വരികയും തെറ്റില്ലാത്ത ഇംഗ്ലീഷ് പ്രസംഗിക്കുകയും ചെയ്താൽ ഇന്ത്യ ഈസ് എ ലാർജ് കൺട്രി, ഇന്ത്യ ഈസ് എ ലോങ് കൺട്രി, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ കൺട്രീസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ഗംഭീര പ്രസംഗമുണ്ടല്ലോ. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ബട്ട് ഓൺലി നോട്ട് ഓൾസോ, അതൊക്കെ പറഞ്ഞ ആളുകൾ പിന്നെയും പരിഹസിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടി ആയിരിക്കാം പുള്ളി ഇങ്ങനൊരു പ്രസംഗം നടത്തിയത്. പിന്നെ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാമെന്ന് പറഞ്ഞ പോലെ ഒരു മുസ്ലിമിനെ ആക്ഷേപിക്കാൻ വേണ്ടി വേറൊരു മുസ്ലിമിനെ ഇറക്കിയത് CPMൻ്റെ ഒരു തന്ത്രമാകാൻ സാധ്യതയുള്ളൂ. ഇതൊക്കെ പോട്ടേന്ന് വയ്ക്കാം. പ്രമുഖ ചരിത്രകാരനായ ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ പ്രധാന ഭാരവാഹിയും കൂടിയായിട്ടിരിക്കുന്ന ഡോക്ടർ KN ഗണേഷ് എന്ന് പറഞ്ഞൊരു മഹാനുണ്ട്. ഇടതുപക്ഷക്കാരനാണ്, CPMകാരനാണ്. CPM എപ്പോൾ അധികാരത്തിൽ വന്നാലും എന്തെങ്കിലും ചക്കത്തുണ്ടൊക്കെ നക്കാൻ ചെല്ലുന്ന ആളാണ്. അദ്ദേഹം സൈദ്ധാന്തിക തലത്തിൽ ഈ ഷാഫി പറമ്പിലിൻ്റെ വർഗീയതയെ വിമർശിച്ചുകൊണ്ടൊരു വലിയ സാഹിത്യം രചിച്ചിട്ടുണ്ട്. അത് വായിക്കേണ്ട ഒരു കൃതിയാണ്. അദ്ദേഹം 1972 തലശ്ശേരി കലാപം മുതൽക്ക് ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാദാപുരത്തെ മാർക്സിസ്റ്റ് ലീഗ് സംഘടനകൾ, തലശ്ശേരി കലാപം, അങ്ങനെ പല കാര്യങ്ങളും സ്പർശിച്ചുകൊണ്ട് ഈ വർഗീയത എന്ന് പറയുന്നത് വടകര തലശ്ശേരി മേഖലയിൽ എന്താണ് അന്തർലീനമായിട്ടുള്ള ഒന്നാണെന്നും മുസ്ലിം ലീഗുകാരെ മുഴുവൻ വർഗീയവാദികളാണെന്നും ഷാഫി പറമ്പിൽ തന്നെ SDP-യുടെ പിന്തുണയുള്ള ഒരു മുസ്ലിമാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് ഈ മാന്യദേഹം ചരിത്ര വിശകലനം നടത്തിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഡബിൾ എ റഹീമൊക്കെ ചെയ്യുന്ന തോന്നിവാസം നമുക്ക് സഹിക്കാവുന്നുള്ളൂ. ഇതുപോലുള്ള സൈദ്ധാന്തികന്മാരും ഈ സ്യൂഡോ മാർക്സിസ്റ്റുകാരും ചെയ്യുന്ന അതിക്രമം, അവർ ചെയ്യുന്ന ദ്രോഹം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. ഇവരെയൊക്കെ പണ്ട് പത്രാധിപർ സുകുമാരൻ പറഞ്ഞ പോലെ വലം ചെയ്യേണ്ടവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ജൂൺ 4 തീയതി കഴിയുമ്പോൾ തലശ്ശേരിയിൽ വടകരയിൽ ഇതിനേക്കാളും വലിയ പ്രതിഷേധം നടക്കും. അതെന്നറിയാമോ? ജൂൺ 4 തീയതി വോട്ടെണ്ണുന്ന ദിവസമാണ്. വോട്ടെണ്ണി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഷാഫി പറമ്പിൽ ഒരു 1.5 ലക്ഷം വോട്ടിനെങ്കിലും ജയിക്കും. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മുടെ ജനകീയ സ്ഥാനാർത്ഥിയെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച നാട്ടുകാർക്കെതിരായിട്ടൊരു പ്രതിഷേധം ഉണ്ടാവുമല്ലോ. ആ പ്രതിഷേധം ഇതിനേക്കാൾ ഗംഭീരമായിട്ട് നടത്തും, അല്ലെങ്കിൽ നടത്തേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെയുള്ള ഉടായിപ്പുകൾ കൊണ്ടൊന്നും ഒരു പാർട്ടിയും രക്ഷപ്പെടുകയില്ല. എന്തുകൊണ്ടാണ് ഈ ഷാഫി പറമ്പിലിനെ ഇങ്ങനെ ഒറ്റതിരിച്ച് ആക്രമിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കേരളത്തിൽ വേറെ എത്ര സ്ഥാനാർത്ഥികൾ മത്സരിച്ചു? ഇല്ലേ? ഇടതുപക്ഷത്തു നിന്ന് 20 പേർ മത്സരിച്ചു, UDFൽ നിന്നും 20 പേർ മത്സരിച്ചു, ഷാഫിയെ കൂടാതെ 19 പേർ. BJP BDJS സഖ്യത്തിൽ നിന്നും 20 പേർ മത്സരിച്ചു. 16 പേർ BJPക്കാർ, 4 പേർ BDJSകാർ. എന്തുകൊണ്ടാണ് ആരെയും ആക്രമിക്കാതെ ഷാഫിയെ മാത്രം ഒറ്റതിരിച്ച് ആക്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒന്നാണ്. ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു യുവ നേതാവാണ്. അപ്പോൾ ഇവൻ്റെ ഭാവി നശിപ്പിക്കണം. ഇയാളൊരു വർഗീയവാദിയാണ്, ഇയാൾ പാകിസ്ഥാൻ ചിന്താഗതിക്കാരനാണ്, ഇയാൾ മുസ്ലിം ലീഗിന് കപ്പം കൊടുത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം മതമൗലികവാദിയോ തീവ്രവാദിയോ കൊള്ളരുതാത്തവനോ ആണ് എന്ന് മുദ്രയടിച്ച് ചാപ്പ കുത്തി ഇവൻ്റെ ജീവിതം, രാഷ്ട്രീയ ജീവിതം കോഞ്ഞാട്ടയാക്കണം. ഷാഫിയുടെ പേരിൽ എന്തെങ്കിലും പെണ്ണ് കേസ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് സാധിക്കാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ ഒരു ചാപ്പം കുത്തി അയാളെ നശിപ്പിക്കാൻ നോക്കുന്നത്. ഇതല്ലാതെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ മാത്രം ഒറ്റതിരിച്ച് ആക്രമിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. സത്യത്തിൽ ഇത് മാത്രമാകാനാണ് സാധ്യത. അപ്പോൾ ഏതെങ്കിലും ഒരുത്തം നന്നായി വന്നു കണ്ടാൽ അവൻ്റെ കുറയ്ക്കൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുക, അല്ലെങ്കിൽ 51 വെട്ടോ 52 വെട്ടോ വെട്ടി ഇല്ലാതാക്കുക. അതുമല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ മുദ്ര അടിക്കുക, ചാപ്പം കുത്തി അവനെ നശിപ്പിക്കുക. ഈ പരിപാടിക്കാണ് നമ്മളിവിടെ മാർക്സിസം ലെനിനിസം അല്ലെങ്കിൽ അമ്മോശരിസം മരുമോനിസം എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു ചെറുപ്പക്കാരൻ മലബാറിൽ നിന്ന് പൊങ്ങി വരുന്നത് മരുമോൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷകരമായി ഭവിക്കും എന്നുകൂടി വിചാരിച്ചിട്ടായിരിക്കാം. ഏതായാലും അമ്മോശനും മരുമോനും നീണാൾ വാഴുക, ഡബിൾ എ റഹീമിനെ പോലുള്ള 7ാം കൂലികളും നീണാൾ വാഴുക.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.